നല്ല ചൂടോടെ വേണം ഇത് കഴിക്കാൻ. കുറച്ച് കറിയും കുറച്ച് നല്ലതുപോലെ കറി ഒഴിച്ച് വേണം വാരി കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ കോംബോ എന്ന് പറയുന്നത് പപ്പടമാണ്. നല്ല മൂത്ത പപ്പടം, എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ പപ്പടമായിരിക്കണം ഇതിൻ്റെ കോംബോ. ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും മണ്ഡലാശംസകൾ, മണ്ഡലകാല ആശംസകൾ, മണ്ഡലകാല ആശംസകൾ. എല്ലാവർക്കും നല്ലത് വരാൻ ഞാനും പ്രാർത്ഥിക്കാൻ, എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയ കറിയാണ്. അതിനകത്ത് കറിവേപ്പില പോലും ചേർക്കുന്നില്ല. പണ്ടത്തെ ആൾക്കാർ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഉരലിലിട്ടിടിച്ച് ആണ് ഉണ്ടാക്കിയത്. അതുപോലെ തരിതരിയായിട്ട് ഉരലിലൊക്കെ ഇട്ടിടിക്കുമ്പോൾ തരിതരിയായിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസുകളാണ് ഇതൊക്കെ. ഒരു 4-5 വറ്റൽമുളകുണ്ട്, കടലപ്പരിപ്പുണ്ട്, മല്ലിയുണ്ട്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അളവ് എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ വീതമാണ്. പിന്നെ എരിവ് അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചേർക്കണം. ഞാനിവിടെ ഒരു 8-10 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വെണ്ടയ്ക്ക കൊണ്ടും ഉണ്ടാക്കാം, നമ്മുടെ ചെറിയ ഉള്ളി കൊണ്ടും ഉണ്ടാക്കാം. വഴുതനയുടെ ടേസ്റ്റ് ഇല്ലാത്തവർക്ക്, ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെയും ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇതൊക്കെ അരിഞ്ഞ് ഒന്ന് ശരിയാക്കട്ടെ. വഴുതനയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു. ഇനി ഇതാ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 5-8 മുളക്. ഇത് മൂന്നും കൂടി ഈ കടലപ്പരിപ്പിന് ചുവന്ന കളറാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം, മൂപ്പിച്ചുകൊണ്ട് ചൂടാക്കിക്കൊണ്ടേയിരിക്കണം. എൻ്റെ ഫേവററ്റ് ചട്ടിയാണിത്. ഞാനിത് എടുക്കുമ്പോഴെല്ലാം പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഭാരമായതുകൊണ്ട് ഇവരാരും എടുത്തു തരില്ല എനിക്ക്. അപ്പം നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക എപ്പോഴേ. കാരണം ഇത് സംഭവം എല്ലാം റെഡിയായി വരുമ്പോഴത്തേന് പിഴിഞ്ഞെടുക്കാൻ പാകത്തിനാണേ. ഒരുപാട് ഗ്ലാസ് ആക്കേണ്ട ഇച്ചിരി കരിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മുളകും മല്ലിയും എല്ലാം വറുത്ത് മാറ്റി വെച്ചു. ഇനി അത് തണുത്തിട്ട് പൊടിക്കണം. ഇനി നമ്മൾ വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞു. ഇനി അതൊന്ന് മൂപ്പിച്ച് നമ്മൾ ഇപ്പോഴാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വേറെ എണ്ണ ഒന്നും ചെയ്താൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ എണ്ണ ചേർക്കുന്നത്. ഇനി കടു താളിക്കലൊന്നുമില്ല. അപ്പോൾ ഇപ്പം തന്നെ വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർത്തോളൂ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ചൂടായി, കടുകിട്ടു. കുറച്ച് ഉഴുന്ന് പരിപ്പ്, ഈ സ്പൂണിന് 2 സ്പൂൺ. ഇനി ഇതൊന്ന് ഈ ഉഴുന്നിൻ്റെ നിറം ഒന്ന് മാറി വരട്ടെ. ഉഴുന്നിൻ്റെ ഒക്കെ കളർ മാറുമ്പോഴേക്കും നമ്മൾ സാധാരണ കായം എല്ലാത്തിനും കുറച്ച് കുറവാണ് ചേർക്കുക. പക്ഷെ ഈ സംഭവത്തിന് നമ്മൾ 1/2 ടീസ്പൂൺ കൂടുതലുണ്ട് ചേർക്കുന്നുണ്ട്. പിന്നെ അത് ഇപ്പോഴാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ കറികൾക്കൊക്കെ ലാസ്റ്റാണ് ഇത് ചേർക്കുന്നത്. പക്ഷേ ഇതിലിട്ട് ഇപ്പോഴേ പൊരിച്ചെടുക്കണം. ഇത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊക്കെ മഞ്ഞൾപ്പൊടി വീണപ്പോഴും ആ മണം പോയെന്ന് ആമി പറയും. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കണം. ആമിയുടെ കയ്യിൽ എണ്ണ തെറിച്ച് വീണ് ആമി എന്നോട് ചൂടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ തനിച്ചെടുക്കുകയാണ് വീഡിയോ. കള്ളം പറയുന്നത് ഞാൻ ഇവിടെ സൈഡിൽ നിൽപ്പുണ്ട്. സൈഡിൽ നിൽക്കുക ഗൈസ്. എൻ്റെ കൈ. അപ്പോൾ ഇനി ഇത് ഒന്ന് നന്നായി വേവണം. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടപ്പെടുത്ത് അടയ്ക്കാം. ഐ എം സോറി ആമി. മുളകും മല്ലിയെല്ലാം തണുത്തു. ഇനി പൊടിച്ചെടുക്കട്ടെ. നന്നായി അങ്ങ് പൊടിയാൻ പാടില്ല. ഇതുപോലെ തരിതരിയായിട്ട് വേണം പൊടിയാൻ. ആ മല്ലിയൊക്കെ അങ്ങ് നന്നായി പൊടിയാൻ പാടില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, പണ്ടുള്ളവർ ഉരലിലാണ് ഇത് ചെയ്തിരുന്നതെന്ന്.
അതാണ് ഇതിൻ്റെ ടേസ്റ്റും. നമ്മൾ നന്നായി ഭസ്മം പോലെ പൊടിയാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ മുളക് പൊടി ഉണ്ടെങ്കിൽ ആ മുളക് പൊടി വെച്ച് ഇത് ഉണ്ടാക്കാൻ പാടില്ല, മല്ലിപ്പൊടിയും വെച്ച് ഇത് ഇങ്ങനെ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത് വേണം ഇത് ചെയ്യാൻ. ഇത് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, നന്നായി വേവണം. അതിനാണ് ഞാൻ അടച്ചു വെച്ചത്. വഴുതനങ്ങയുടെ ചില കറിക്കൊന്നും നമ്മൾ അടച്ചു വെക്കില്ല, കാരണം അത് കുഴഞ്ഞു പോകുന്നുണ്ട്. ഇത് നന്നായി ഉടഞ്ഞ് കിട്ടണം. അത് ഈ രീതിയിൽ തന്നെ നമ്മൾ ഉടച്ചെടുക്കണം. പിന്നെ ചിലരുടെ ചട്ടിയിൽ വെക്കുമ്പോൾ അടിയിൽ പിടിക്കുമ്പോൾ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട പുളി ഒരു 2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞ് നമ്മൾ വഴുതനങ്ങ വേവാൻ വെച്ചില്ലേ, അതെടുത്ത് ഇതിലേക്ക് ചേർക്കണം. ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതാണ് ഈ കറിയുടെ രീതി. ഇങ്ങനെയെല്ലാം കോരി അതിലേക്ക് ഇടണം. പുളി അല്ലെങ്കിൽ അതിനകത്ത് ചേർക്കാനെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താൽ ഈ കറി ആവില്ല, അത് വേറെ കറിയാവുള്ളൂ. നമ്മൾ വഴുതനങ്ങയൊക്കെ ചേർത്തു. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അതിന് ശേഷം നമ്മൾ ആ പൊടിച്ച് വെച്ച പൊടിയില്ലേ അത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ലേശം കുറുകിയ ഒരു ചാറോട് കൂടിയുള്ള കറിയാണിത്. ഈ മിക്സിയിലുള്ള ബാക്കിയും കൂടെ തട്ടിയിടട്ടെ. എരിവും പുളവും എല്ലാം ഉണ്ട്. അങ്ങനെ പൊടിച്ച് വെച്ചിരുന്നതാണ്. ഒരുപാട് വെള്ളമാവാൻ പാടില്ല, നല്ല കുറുകിയ ചാറോടുകൂടി വേണം ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ. തിളക്കട്ടെ. മണമുണ്ടായിന. ഈ സമയത്ത് നമ്മൾ ഇതിനെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ശർക്കര ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ചോറിൻ്റെ കൂടെയാണ്, നല്ല ചൂടോടെ വേണം ഇത് കഴിക്കാൻ. കുറച്ച് കറിയൊന്നുമല്ല, കുറച്ച് നല്ലതുപോലെ കറി ഒഴിച്ച് വേണം വാരി കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ കോംബോ എന്ന് പറയുന്നത് പപ്പടമാണ്. നല്ല മൂത്ത പപ്പടം, എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ പപ്പടമായിരിക്കണം ഇതിൻ്റെ കോംബോ. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.